നമസ്കാരം. PC ജോർജിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ കഴിഞ്ഞ 21-ാം തീയതി ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി തള്ളിക്കളഞ്ഞ കാര്യം നമുക്ക് ഏവർക്കും അറിയാം. അതിനുശേഷം മാധ്യമങ്ങളിൽ വളരെ വലിയ ചർച്ചകളാണ് നടക്കുന്നത്. PC ജോർജ് ഒളിവിലാണോ? BJP പറഞ്ഞാൽ മാത്രമേ പിണറായി പോലീസ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യൂ. പോലീസ് 1-2 പ്രാവശ്യം അറസ്റ്റ് ചെയ്യാനായി അദ്ദേഹത്തിന്റെ വീട്ടിൽ പോയിരുന്നു. UP മുഖ്യമന്ത്രി യോഗി അദ്ദേഹത്തെ വിളിച്ചിരുന്നുവെന്നും PC ജോർജ് കീഴടങ്ങുമെന്നും PC ജോർജിനെ അറസ്റ്റ് ചെയ്യുമെന്നും PC ജോർജിന് എന്താ കൊമ്പുണ്ടോ എന്നും ഒക്കെയാണ് ഇപ്പോൾ ചർച്ചാ വിഷയം. എന്നാൽ നിയമപരമായി എന്താണ് സംഭവിക്കുന്നത് അല്ലെങ്കിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്ന കാര്യമാണ് ഞാനിവിടെ നിങ്ങളോട് പറയാൻ ഉദ്ദേശിക്കുന്നത്. സത്യം പറയുകയാണെങ്കിൽ 21-ാം തീയതിയിലെ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയുടെ PC ജോർജിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിക്കൊണ്ടുള്ള ഉത്തരവ് കേരള പോലീസിന് ഒരു പുലിവാലായി മാറിയിരിക്കുകയാണ്. PC ജോർജിനെ അറസ്റ്റ് ചെയ്യാനോ ജയിലിലടയ്ക്കാനോ സാധിക്കില്ല എന്നാണ് കൂടുതൽ പഠനത്തിന് ശേഷം എനിക്ക് മനസ്സിലാകുന്നത്. മുൻകൂർ ജാമ്യാപേക്ഷ തള്ളി എന്നതിന് അർത്ഥം അറസ്റ്റ് ചെയ്യാനുള്ള ഉത്തരവിട്ടു എന്നല്ല, മറിച്ച് അറസ്റ്റ് ചെയ്യണമോ വേണ്ടയോ എന്നുള്ളത് അന്വേഷണ ഉദ്യോഗസ്ഥന്റെ വിവേചനാധികാരത്തിന് വിടുകയാണ് ഉണ്ടായിട്ടുള്ളത്. അഥവാ ഒരു കേസിൽ മുൻകൂർ ജാമ്യം അനുവദിച്ചു എന്ന് തന്നെ ഇരിക്കട്ടെ, അതിനർത്ഥം അറസ്റ്റ് ചെയ്യാൻ പാടില്ല എന്നല്ല. പക്ഷേ അറസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അത് രേഖപ്പെടുത്തിയ ശേഷം അപ്പോൾ തന്നെ അദ്ദേഹത്തെ ജാമ്യത്തിൽ വിട്ടയക്കണം എന്നാണ്. അപ്പോൾ ഇനി PC ജോർജിനെ അറസ്റ്റ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കി ജുഡീഷ്യൽ റിമാൻഡിൽ ജയിലിൽ അടയ്ക്കണമോ അതല്ല അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാതെ വിട്ടയക്കണമോ എന്നത് അന്വേഷണ ഉദ്യോഗസ്ഥന്റെ മാത്രം ഉത്തരവാദിത്വമാണ്. അത് അദ്ദേഹത്തിന്റെ മാത്രം ബാധ്യതയാണ്. അപ്പോൾ അതിനെ സംബന്ധിച്ച് നിലനിൽക്കുന്ന നിയമങ്ങൾ എന്തൊക്കെയാണെന്നോ നമുക്കൊന്ന് പരിശോധിക്കാം. കാരണം ആര് എപ്പോൾ അറസ്റ്റ് ചെയ്യപ്പെടും എന്ന് ആർക്കും തന്നെ അറിയില്ലല്ലോ. PC ജോർജിനെതിരെ ചേർത്തിരിക്കുന്ന സെക്ഷനുകൾ BNSന്റെ 196(1)A, 299 പോലീസ് ആക്ടിന്റെ സെക്ഷൻ 120(O) എന്നിവയാണ്. 196(1)A എന്ന് പറയുന്നത് മതപരമോ വംശപരമോ ഭാഷാപരമോ അല്ലെങ്കിൽ അതുപോലുള്ള മറ്റേതെങ്കിലും ഒരു സംഗതിയുടെ അടിസ്ഥാനത്തിൽ ഗ്രൂപ്പുകൾക്കിടയിൽ വിദ്വേഷം ജനിപ്പിക്കുന്നതിനോ സമൂഹത്തിൽ നിലനിൽക്കുന്ന ശാന്തിക്കും സമാധാനത്തിനും വിഘ്നം സംഭവിക്കുന്ന രീതിക്കുള്ള പ്രവൃത്തികൾ ചെയ്യുകയോ എന്നുള്ളതാണ്. 299 എന്ന് പറയുന്നത് ഇന്ത്യക്കകത്തെ ഏതെങ്കിലും വിഭാഗങ്ങളുടെ മതവിശ്വാസത്തെ അപമാനിക്കണമെന്നുള്ള മനഃപൂർവവും ദുരുദ്ദേശപരവുമായ രീതിയിൽ വാക്കുകളിലൂടെയോ പ്രവൃത്തികളിലൂടെയോ ആംഗ്യത്തിലൂടെയോ ഇലക്ട്രോണിക് മീഡിയത്തിലൂടെയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും മാർഗത്തിലൂടെയോ ഉള്ള പ്രവൃത്തികൾ ചെയ്യുക. പോലീസ് ആക്ടിന്റെ സെക്ഷൻ 120(O) പറയുന്നത് തുടർച്ചയായി മറ്റുള്ളവർക്ക് അനിഷ്ടം ജനിപ്പിക്കത്തക്ക രീതിയിൽ അജ്ഞാത ഫോൺ വിളികളിലൂടെയോ കത്തുകളിലൂടെയോ സന്ദേശങ്ങളിലൂടെയോ ഇമെയിൽ മുഖാന്തരമോ അല്ലാത്ത പക്ഷം ഒരു സന്ദേശ വാഹകനിലൂടെയോ ആൾക്കാർക്ക് ഒരു ശല്യമായി മാറുക എന്നുള്ളതാണ് ഈ 120(O). അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്തതുപോലെ PCക്കെതിരെ നിലനിൽക്കുന്ന ഈ കുറ്റം തെളിയിക്കപ്പെടുകയാണ് എങ്കിൽ ഭാവിയിൽ അദ്ദേഹത്തിന് ലഭിക്കുക ഏറ്റവും കൂടിയത് 3 വർഷമോ അല്ലെങ്കിൽ പിഴ മാത്രമോ അല്ലെങ്കിൽ പിഴയും തടവും ചേർന്ന ഒരു ശിക്ഷയോ ആയിരിക്കും. PCയുടെ മേൽ ഇനി കൈക്കൊള്ളേണ്ട നടപടിക്രമങ്ങൾ എന്തൊക്കെ ആയിരിക്കണം എന്നുള്ളതിനെ സംബന്ധിച്ച് 2014 സുപ്രീം കോടതിയുടെ ഒരു ലാൻഡ്മാർക്ക് ജഡ്ജ്മെന്റ് ഉണ്ട്. അർണേഷ് കുമാർ വേഴ്സസ് ബീഹാർ എന്ന കേസാണ് അത്. അതായത് 7 വർഷത്തിന് താഴെ മാത്രം ശിക്ഷ ലഭിക്കാവുന്ന കേസിൽ ഒരാളെ അറസ്റ്റ് ചെയ്യുന്ന അവസരത്തിൽ അല്ലെങ്കിൽ അറസ്റ്റ് ചെയ്യാതിരിക്കാൻ പോലീസ് എന്തൊക്കെ നടപടിക്രമങ്ങളാണ് പാലിക്കേണ്ടത് എന്നാണ് ആ കേസിൽ പറഞ്ഞിട്ടുള്ളത്. നേരത്തെ നിലവിലുണ്ടായിരുന്നത് CRPCയും കഴിഞ്ഞ വർഷം ജൂലൈ 1-ാം തീയതി മുതൽ അതിന്റെ സ്ഥാനത്ത് BNSSഉം ആണ് ഉള്ളത്. അവ തമ്മിലുള്ള പ്രധാന വ്യത്യാസം എന്ന് പറയുന്നത് ഈ സെക്ഷനുകൾ തമ്മിലുള്ള ക്രമീകരണം. ഓരോ സെക്ഷന്റെയും നമ്പറുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിട്ടുണ്ട് എന്നല്ലാതെ കാര്യമായ വ്യത്യാസങ്ങളൊന്നും അതിൽ വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ഇവിടെ പറയാൻ പോകുന്നത് സെക്ഷൻ 41 കുറിച്ചിട്ടും 41A കുറിച്ചിട്ടും ആണ്. സെക്ഷൻ 41 പറയുന്നത് പോലീസിന് വേണമെങ്കിൽ ഏത് കേസിലും
ഒരു ആളിനെ അറസ്റ്റ് ചെയ്യാവുന്നതാണ്. എന്നാൽ സാധാരണഗതിയിൽ ചെയ്യാൻ പാടില്ല. പക്ഷേ അങ്ങനെ അറസ്റ്റ് ചെയ്യുന്ന അവസരത്തിൽ പോലീസ് പാലിക്കേണ്ടത് 41A പറഞ്ഞിട്ടുള്ള നടപടിക്രമങ്ങളാണ്. അപ്പോൾ എന്താണ് സെക്ഷൻ 41A പറയുന്നത്? അതായത് 7 വർഷത്തിൽ കുറവ് ശിക്ഷ ലഭിക്കാനുള്ള ഒരു കേസ് ആണ് എങ്കിൽ പോലീസ് നിർബന്ധമായും കുറ്റവാളിക്ക് ഒരു നോട്ടീസ് നൽകണം. അതിൽ ഇത്രാം തീയതി ഇന്ന സ്ഥലത്ത് നിങ്ങൾ ഹാജരാകണം എന്ന് ആവശ്യപ്പെടണം. അല്ലാതെ നമ്മുടെ ബോച്ചയെ അറസ്റ്റ് ചെയ്തതുപോലെ അറസ്റ്റ് ചെയ്യാൻ പാടുള്ളതല്ല എന്നർത്ഥം. അല്ലെങ്കിൽ ബോച്ചയെ അറസ്റ്റ് ചെയ്തത് നിയമപരമായി ശരിയായിരുന്നില്ല എന്നർത്ഥം. ഒരു കോഗ്നിസിബിൾ ഒഫൻസ് നടന്നതായി ഒരു ന്യായമായ പരാതി ലഭിക്കുകയോ അതല്ലാത്ത പക്ഷം അതിന് യുക്തമായ വിശ്വാസയോഗ്യമായ ഒരു ഇൻഫർമേഷൻ ലഭിക്കുകയോ അതല്ലെങ്കിൽ ഒരു ന്യായമായ സംശയം പോലീസ് ഉദ്യോഗസ്ഥന് തോന്നുകയാണ് എങ്കിൽ ആ വ്യക്തിക്ക് ഒരു നോട്ടീസ് അയച്ച് ഇന്ന ദിവസം ഇത്രാം തീയതി ഇന്ന സ്ഥലത്ത് നിങ്ങൾ എത്തിച്ചേരണം എന്ന് ആവശ്യപ്പെടാവുന്നതാണ്. അങ്ങനെ അയക്കുന്ന നോട്ടീസ് ലഭിച്ച വ്യക്തി ആ നോട്ടീസിലെ നിബന്ധനകൾ പാലിക്കാൻ ബാധ്യസ്ഥനാണ്. അത് അയാളുടെ മാത്രം ഉത്തരവാദിത്വമാണ്. നോട്ടീസ് ലഭിച്ചതിന് ശേഷം ഒരാൾ അതിലെ നിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ട് അന്വേഷണ ഉദ്യോഗസ്ഥന് മുന്നിൽ ഹാജരാകുകയും തുടർന്നുള്ള നിർദ്ദേശങ്ങളും പാലിക്കുകയാണ് എങ്കിലും അയാളെ അറസ്റ്റ് ചെയ്യാൻ പാടില്ല. അതിന് വിരുദ്ധമായി ഒരാളെ അറസ്റ്റ് ചെയ്യേണ്ടി വരികയാണ് എങ്കിൽ അതിനുള്ള കാരണം റെക്കോർഡിൽ രേഖപ്പെടുത്തേണ്ടതുമാണ്. നോട്ടീസ് ലഭിച്ചതിന് ശേഷം ഒരാൾ ഹാജരാകുന്നില്ല എന്നിരിക്കട്ടെ, ആ അവസരത്തിൽ പോലീസ് ചെയ്യേണ്ടത് കോടതിയെ കാര്യങ്ങൾ അറിയിച്ച് അവിടെ നിന്നും ഒരു ഉത്തരവ് വാങ്ങിയ ശേഷം പ്രതിയെ അറസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. അതായത് 7 വർഷത്തിൽ കുറവ് ശിക്ഷ ലഭിക്കുന്ന കേസുകളിൽ ഒരു അന്വേഷണ ഉദ്യോഗസ്ഥന് തന്നിഷ്ടത്തിന് ഒരാളെ അറസ്റ്റ് ചെയ്യാൻ കഴിയില്ല എന്നർത്ഥം. എപ്പോഴൊക്കെയാണ് ഒരു അന്വേഷണ ഉദ്യോഗസ്ഥന് ഇതുപോലെയുള്ള ഒരു അവസ്ഥയിൽ ഒരാളെ അറസ്റ്റ് ചെയ്യാൻ കഴിയുക? ഒന്ന്, അയാൾ വീണ്ടും മറ്റു കുറ്റങ്ങൾ ചെയ്യാതിരിക്കുന്നതിൽ നിന്നും തടയുന്നതിന് വേണ്ടിയിട്ട്. രണ്ടാമതായി, നല്ല രീതിയിൽ അന്വേഷണം നടത്താൻ ഇയാളെ അറസ്റ്റ് ചെയ്യണം എന്ന് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ. 3, അയാളെ അറസ്റ്റ് ചെയ്യാത്ത പക്ഷം അയാൾ തെളിവുകൾ നശിപ്പിക്കാൻ സാധ്യതയുള്ള പക്ഷം, അല്ലെങ്കിൽ തെളിവുകളിൽ കൃത്രിമം നടത്താനുള്ള സാധ്യത ഉണ്ട് എങ്കിൽ, പിന്നെ അയാൾ സാക്ഷികളെ സ്വാധീനിക്കാനുള്ള ചാൻസ് ഉണ്ടെങ്കിലോ കോടതികളിൽ ഹാജരാകേണ്ട സമയം ഹാജരാകാതിരിക്കാനുള്ള ചാൻസസ് ഉണ്ടെങ്കിലോ ഒരു അന്വേഷണ ഉദ്യോഗസ്ഥന് ഒരാളെ അറസ്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഓരോ കേസിലും അന്വേഷണ ഉദ്യോഗസ്ഥൻ ആ കാര്യത്തിൽ ഒരു തീരുമാനത്തിൽ എത്തിച്ചേരേണ്ടത് വസ്തുതകളുടെയും സാഹചര്യങ്ങളുടെയും വെളിച്ചത്തിലായിരിക്കണം. ഞാൻ നേരത്തെ പറഞ്ഞ കാരണങ്ങളിൽ ഏത് കാരണത്തിന്റെ അടിസ്ഥാനത്തിലാണ് അറസ്റ്റ് ചെയ്യുന്നത് എന്ന് രേഖ ഉണ്ടാക്കേണ്ടതാണ്. ആ അവസരങ്ങളിൽ ഒരാളെ അറസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് അന്വേഷണ ഉദ്യോഗസ്ഥൻ ചില കാര്യങ്ങൾ സ്വയം ചോദിക്കേണ്ടതുണ്ട്. എന്തിനാണ് അറസ്റ്റ്? അറസ്റ്റിന്റെ അത്യാവശ്യം ഉണ്ടോ? അറസ്റ്റ് ചെയ്യുന്നതിലൂടെ എന്ത് ലക്ഷ്യമാണ് നേടാൻ പോകുന്നത്? അയാളെ അറസ്റ്റ് ചെയ്യുന്നതിലൂടെ എന്ത് കാര്യം നിറവേറ്റും? ആ കാരണം വ്യക്തമായി റെക്കോർഡിൽ രേഖപ്പെടുത്തേണ്ടതാണ്. അന്വേഷണ ഉദ്യോഗസ്ഥൻ ഈ ചോദ്യങ്ങൾ സ്വയം ചോദിച്ചതിന് ശേഷം ഞാൻ നേരത്തെ പറഞ്ഞ എന്തെങ്കിലും കാരണങ്ങൾ ഉള്ള പക്ഷം മാത്രമേ ഒരാളെ അറസ്റ്റ് ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ അത് ഏത് കാരണത്തിന്റെ അടിസ്ഥാനത്തിലാണ് എന്നുള്ളത് റെക്കോർഡിൽ രേഖപ്പെടുത്തേണ്ടതും ആണ്. മറ്റൊരു സാഹചര്യം എന്ന് പറയുന്നത്, ഒരാൾ നോട്ടീസ് ലഭിച്ചതിന് ശേഷം പ്രതികരിക്കുന്നേ ഇല്ല, വെളിച്ചത്ത് വരുന്നേ ഇല്ല എങ്കിൽ അയാളെ അറസ്റ്റ് ചെയ്യാൻ അത് പര്യാപ്തമായ ഒരു കാരണമാണ്. അപ്പോൾ നേരത്തെ പറഞ്ഞ വസ്തുതകളുടെ വെളിച്ചത്തിൽ ഇനി നമുക്ക് PC ജോർജിന്റെ കേസിലെ വസ്തുതകളിലേക്കും സാഹചര്യങ്ങളിലേക്കും മടങ്ങി വരാം. ഹൈക്കോടതി തന്നെ പറഞ്ഞു കഴിഞ്ഞു അദ്ദേഹം പ്രഥമ ദൃഷ്ട്യാ കുറ്റക്കാരനാണ് എന്ന്. ശരി, അടുത്തതായി ഹൈക്കോടതി തന്നെ പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തെ കസ്റ്റഡിയിൽ എടുത്ത് ചോദ്യം ചെയ്യേണ്ട ആവശ്യം ഇല്ല എന്ന്. അവിടെ ഇദ്ദേഹത്തിന് ഹൈക്കോടതി മുൻകൂർ ജാമ്യം നിഷേധിച്ചത് അദ്ദേഹത്തിന്റെ പൂർവ്വകാല ചെയ്തികളുടെ അടിസ്ഥാനത്തിൽ ആയിരുന്നു. അദ്ദേഹത്തിന്റെ ഇപ്പോഴുള്ള കുറ്റകൃത്യത്തിന്റെ ആധാരം എന്ന് പറയുന്നത് ജനുവരി മാസം 5-ാം തീയതിയിലെ ജനൻ TV-യിലെ ഒരു ചർച്ച ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ തന്നെ 1.5 മാസം കഴിഞ്ഞു. അദ്ദേഹം കുറ്റം ചെയ്തു എന്നുള്ളതിന് ഏക തെളിവ് ആ വീഡിയോ ആണ്. അദ്ദേഹത്തിന് ആ വീഡിയോ ഇനി ഒരിക്കലും നശിപ്പിക്കാൻ സാധ്യമല്ല.
അതിൽ കൃത്രിമം നടത്താൻ സാധ്യമല്ല. ആ വീഡിയോ കണ്ട എല്ലാ വ്യക്തികളും അതിന് സാക്ഷികളാണ്. അതിനാൽ തന്നെ സാക്ഷികളെ സ്വാധീനിക്കുന്ന പ്രശ്നവും ഉദിക്കുന്നില്ല. PC ജോർജിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹം ഒരിക്കലും കോടതി ആവശ്യപ്പെടുന്ന സന്ദർഭങ്ങളിൽ കോടതിയിൽ ഹാജരാകാതെ ഒളിച്ചോടാൻ പോകുന്നില്ല. അദ്ദേഹം ഇനി താൻ ചെയ്ത കുറ്റം വീണ്ടും ആവർത്തിക്കാനുള്ള സാധ്യത ഏറെ വിരളമാണ്. അതിനാൽ തന്നെ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാനുള്ള ന്യായമായ ഒരു കാരണവും പോലീസിന് കണ്ടെത്താൻ കഴിയില്ല. മറിച്ച് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാതെ തന്നെ കൃത്യമായ രീതിയിൽ അന്വേഷണം നടത്താൻ പോലീസിന് സാധിക്കുന്നതാണ്. ഇനി PC-യുടെ കാര്യത്തിൽ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യേണ്ട അനിവാര്യതയെ കുറിച്ചിട്ട് ന്യായീകരിക്കാൻ ഒരു പോലീസ് ഉദ്യോഗസ്ഥനും സാധ്യമല്ല തന്നെ. കുറച്ചു നാളത്തേക്ക് ഈ സെക്ഷൻ 41 പ്രകാരമുള്ള നോട്ടീസ് വാട്സാപ്പ് അല്ലെങ്കിൽ അതുപോലെയുള്ള മറ്റ് ഇലക്ട്രോണിക് മാധ്യമങ്ങളിലൂടെ ഒക്കെ തന്നെ ഈ വ്യക്തിക്ക് അയക്കാനുള്ള ഒരു സ്റ്റാൻഡിംഗ് ഓർഡർ നിലനിന്നിരുന്നു. അത് സത്യേന്ദർ സിംഗ് വേഴ്സസ് ബീഹാർ, സ്റ്റേറ്റ് ഓഫ് ബീഹാർ എന്ന കേസിൽ അടുത്ത കാലത്ത് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി അതിനെ ക്വഷ് ചെയ്തുകൊണ്ട് ഈ CRPC-യിൽ അല്ലെങ്കിൽ ഇപ്പോഴത്തെ BNSS-ൽ എന്താണോ പറഞ്ഞിരിക്കുന്നത്, ഏത് രീതിക്ക് നോട്ടീസ് അയക്കണം എന്നാണോ പറഞ്ഞിരിക്കുന്നത് അതേ രീതിക്ക് തന്നെ നോട്ടീസ് അയക്കണം എന്ന് ആവശ്യപ്പെട്ടിട്ടുള്ളതും വിധിച്ചിട്ടുള്ളതും ആണ്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും ഇപ്പോൾ പോലീസ് ഇടയ്ക്കിടയ്ക്ക് എന്തിനാണ് PC ജോർജിന്റെ വീട്ടിൽ പോകുന്നത് എന്ന്. മാധ്യമങ്ങൾ പറയുന്നത് അറസ്റ്റ് ചെയ്യാൻ വേണ്ടി വീട്ടിൽ പോയി, പക്ഷേ ആളിനെ കിട്ടിയില്ല, തിരിച്ചുപോയി, വീണ്ടും പോയി, അറസ്റ്റ് ചെയ്യാൻ കിട്ടിയില്ല എന്ന്. എന്നാൽ സത്യത്തിൽ ചിരിച്ചുകൊണ്ട് തന്നെ ഞാൻ പറയട്ടെ, ഈ പോലീസ് പോകുന്നത് നമ്മൾ ഇപ്പോൾ ഡിസ്കസ് ചെയ്ത ഈ നോട്ടീസ് പേഴ്സണലി നമ്മുടെ PC ജോർജിന് കൊടുക്കാൻ വേണ്ടി മാത്രമാണ്, മറിച്ച് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി അല്ല. ഞാൻ നേരത്തെ പറഞ്ഞു, ഒരു നോട്ടീസ് ലഭിച്ചതിന് ശേഷം അതിലെ ഡയറക്ഷൻസ്, നിർദ്ദേശങ്ങളെ പാലിക്കാത്ത പക്ഷം അത് ഒരാളെ അറസ്റ്റ് ചെയ്യാനുള്ള കാരണമാണ്. സത്യം പറഞ്ഞാൽ ഇപ്പോൾ PC ജോർജ് ഏതോ ഒരു നല്ല വക്കീലിന്റെ ഉപദേശത്തിലാണ്. അദ്ദേഹം അതുകൊണ്ട് എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓടുന്ന പട്ടിക്ക് ഒരു മുഴം മുമ്പേ എന്ന് പറഞ്ഞതുപോലെ രേഖാമൂലം DYSPക്ക് ഒരു മെസ്സേജ് അയച്ചു. എനിക്ക് ഇപ്പൊ സുഖമില്ല, ഞാൻ സ്ഥലത്തുമില്ല, എന്തായാലും തിങ്കളാഴ്ച ഉച്ചയ്ക്ക് മുമ്പ് ഞാൻ നിങ്ങളെ മുന്നിൽ വരാം. അതിനെയാണ് മാധ്യമങ്ങൾ PC കീഴടങ്ങും എന്നുള്ള വാർത്തയായി പ്രചരിപ്പിക്കുന്നത്. അതുകൊണ്ട് ഇനി എന്ത് സംഭവിക്കും? പോലീസിന് ആ ഗ്രൗണ്ടിലും PC-യെ അറസ്റ്റ് ചെയ്യാൻ സാധിക്കില്ല. ഇനി മറ്റൊരു വിഭാഗമുണ്ട്, അവരെ ഇതൊന്നും ഇല്ലാതെ, ഈ ഒരു നടപടിക്രമവും ഇല്ലാതെ തന്നെ അറസ്റ്റ് ചെയ്യാം. ആ വിഭാഗത്തിൽ PC ജോർജ് വരുമോ എന്ന് നമുക്കൊന്ന് നോക്കാം. ആ ലിസ്റ്റ് ഒന്ന് പ്രഖ്യാപിത കുറ്റവാളികൾ ആണ്. 2 മോഷണ വസ്തുക്കൾ കൈവശം വയ്ക്കുന്ന ആൾക്കാർ. 3 പോലീസിന്റെ കൃത്യനിർവഹണത്തെ തടസ്സപ്പെടുന്നതോ പോലീസ് കസ്റ്റഡിയിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതോ ആയ വ്യക്തികൾ. അടുത്തത് പട്ടാളത്തിൽ നിന്നും അബ്സ്കോണ്ട് ചെയ്ത, ഓടിപ്പോയ ആൾക്കാർ. അടുത്ത ഒരു വിഭാഗം എന്ന് പറയുന്നത് അന്താരാഷ്ട്ര കുറ്റവാളികൾ. അവരെ ഒരു രാജ്യത്ത് നിന്നും മറ്റൊരു രാജ്യത്തേക്ക് കൈമാറ്റം ചെയ്യപ്പെടേണ്ടതാണ്. അങ്ങനെയുള്ള കുറ്റവാളികളെയും ഇതുപോലെ അറസ്റ്റ് ചെയ്യാവുന്നതാണ്. കൂടാതെ ശിക്ഷാ കാലാവധി കഴിഞ്ഞ് വിട്ടേക്കപ്പെട്ട കുറ്റവാളികൾ അവർ വീണ്ടും നിയമലംഘനം നടത്തുകയാണെങ്കിൽ അവരെയും ഈ ഒരു നടപടിക്രമവും ഇല്ലാതെ തന്നെ അറസ്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ മനസ്സിലായി, PC ജോർജ് ആ വിഭാഗത്തിലും പെടുന്നില്ല. അപ്പോൾ ഒരാളെ അത്യാവശ്യമായി അറസ്റ്റ് ചെയ്യേണ്ടതില്ല എങ്കിൽ അയാൾക്ക് നോട്ടീസ് നൽകേണ്ടതാണ്. അപ്പോൾ ഇപ്പോൾ PC-യുടെ വീട്ടിൽ നോട്ടീസുമായി കയറി ഇറങ്ങുന്ന പോലീസിന് ഇദ്ദേഹത്തെ അടിയന്തരമായിട്ട് അറസ്റ്റ് ചെയ്യാൻ ഒരു ലക്ഷ്യവും അല്ലെങ്കിൽ ഒരു ഉദ്ദേശവുമില്ല എന്ന് ഈ നോട്ടീസ് സെർവിങ് പ്രൊസീജിയറിൽ നിന്നും, പ്രക്രിയയിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. മറ്റൊരു ന്യൂക്ലിയർ ബോംബ് കൂടി PC ജോർജിന്റെ കയ്യിലുണ്ട്. അതായത് സ്പെഷ്യൽ പ്രൊട്ടക്ഷൻ ഫ്രം അറസ്റ്റ് ഫോർ വൾനറബിൾ പീപ്പിൾ. അതായത് 60 വയസ്സ് കഴിഞ്ഞ ആൾക്കാർക്ക് സ്പെഷ്യൽ പ്രൊട്ടക്ഷൻ ഫ്രം അറസ്റ്റ് ഉണ്ട്. അപ്പോൾ 74 വയസ്സായ PC ജോർജിനെ ഈ നടപടിക്രമങ്ങളൊക്കെ ലംഘിച്ചുകൊണ്ട് അറസ്റ്റ് ചെയ്ത് ജയിലിലടയ്ക്കാൻ സാധിക്കും എന്ന് ആരെങ്കിലും വിചാരിക്കുന്നുണ്ടോ? അപ്പോൾ ഇവിടെ എന്താണ് സംഭവിച്ചത്? ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി ഈ സിറ്റുവേഷൻ ഫോർസീ ചെയ്യണം ആയിരുന്നു. കേരള ഹൈക്കോടതിയിൽ നമ്മുടെ പ്രോസിക്യൂഷന് വേണ്ടിയിട്ട് അഡ്വക്കേറ്റ് ജനറൽ വാദിച്ച് വാങ്ങിക്കൊടുത്ത ഒരു വിധിയാണ് PC ജോർജിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളുക എന്നുള്ളത്. അപ്പോൾ ആ വിധി തന്നെ ഇപ്പോൾ പോലീസിന് ഒരു പുലിവാലായി മാറിയിരിക്കുകയാണ്. അദ്ദേഹത്തെ നിയമപരമായി അറസ്റ്റ് ചെയ്യാൻ സാധ്യമല്ല തന്നെ.
നമുക്കറിയാം കഴിഞ്ഞ 2 അവസരങ്ങളിലും PC ജോർജിനെ അറസ്റ്റ് ചെയ്ത് വളരെ നാടകീയമായിട്ടായിരുന്നു. വെളുപ്പാൻ രാവിലെ അദ്ദേഹത്തിന്റെ വീട്ടിൽ ചെല്ലുന്നു, അവിടെ നിന്ന് ഒരു പ്രൊസഷനായി ഇവിടെ കൊണ്ടുവരുന്നു, അറസ്റ്റ് രേഖപ്പെടുന്നു, കോടതിയിൽ കൊണ്ടു ചെല്ലുന്നു, കോടതി ജാമ്യം കൊടുത്തുവിടുന്നു. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായേക്കാണ് ഈ കോടതി എന്തുകൊണ്ടാണ് ജാമ്യം കൊടുക്കുന്നത് എന്ന്. നമ്മുടെ രാഹുൽ മാങ്കുടത്തിന്റെ അറസ്റ്റ് നാടകം അതും ഇതുപോലെ ഉള്ള ഒന്നായിരുന്നു. അതുപോലെ തന്നെയാണ് ബോച്ചയുടെ കേസ്. അദ്ദേഹത്തിനെയും അനാവശ്യമായിട്ടാണ് വളരെ നാടകീയമായി രാത്രി കേസ് ചെയ്ത് പിടിച്ചു കൊണ്ടുപോയി. അദ്ദേഹത്തിന് കാശുകാരനൊക്കെയാണ്. അദ്ദേഹം തിരിഞ്ഞു നിന്ന് ലീഗലായിട്ട് ഫൈറ്റ് ചെയ്യുകയാണെങ്കിൽ അതിലിടപെട്ട പോലീസുകാരൊക്കെ ചിലപ്പോൾ തൊപ്പി തെറിച്ചു. അതുകൊണ്ട് ഈ കേസ് ഇപ്പോ പെട്ടെന്നൊന്നും PC ജോർജിനെ പോയിക്കൊണ്ട് പോകാൻ കഴിയില്ല. കാരണം ഈ ഹൈക്കോടതി വിധിയോടുകൂടി തന്നെ ഈ കേസ് വളരെ ഫേമസ് ആയി മാറിക്കഴിഞ്ഞു. അതിനാൽ ഇനി PC ജോർജിനെ ഈ നടപടിക്രമങ്ങൾ ഒന്നും പാലിക്കാതെ അറസ്റ്റ് ചെയ്യുക എന്നുള്ളത് വളരെ പ്രയാസമുള്ള കാര്യമാണ്. അഥവാ അറസ്റ്റ് ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും PC ജോർജ് സുപ്രീം കോടതിയിൽ പോകും. ഈ നടപടിക്രമങ്ങൾ തെറ്റിച്ച എല്ലാ കാരണങ്ങളും കൂടി ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഈ ഹൈക്കോടതി വിധിയെ അടിമുടി ക്വാഷ് ചെയ്യണം എന്നുള്ള ഒരു പെറ്റീഷൻ കൊടുത്തു കഴിഞ്ഞാൽ അത് വീണ്ടും നമ്മുടെ കേരള ഹൈക്കോടതിക്ക് ഒരു നാണക്കേടുണ്ടാക്കുന്ന ഒരു സംഭവം ആയിരിക്കും. അപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. നിങ്ങളും എപ്പോഴെങ്കിലും ഒരു അറസ്റ്റിനെ ഫേസ് ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയാണെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിൽ സൂക്ഷിക്കുക. പിന്നെ മറ്റൊരു കാര്യം, എനിക്ക് യാതൊരുവിധ രാഷ്ട്രീയവുമില്ല, എനിക്ക് ജാതിയും മതവും ദൈവവിശ്വാസവും ഒന്നും ഉള്ള ഒരു കക്ഷിയല്ല ഞാൻ. പലരും എന്നെ ഓരോരോ കമന്റിലൂടെ എനിക്ക് ഓരോ രാഷ്ട്രീയം ചാർത്തി തരുന്നുണ്ട്. അങ്ങനെ അല്ല. നിയമപരമായ കാര്യങ്ങൾ പറയുമ്പോൾ അതിൽ രാഷ്ട്രീയം ചേർത്ത് എങ്ങനെയാണ് പറയുക? നിയമം പോലെ പറയുന്നു. ഉള്ള കാര്യങ്ങൾ ഇതുപോലെ നേരെ നിങ്ങളെ അറിയിക്കുന്നു. കഴിഞ്ഞ എൻ്റെ റിക്വസ്റ്റിന് ശേഷം ഒരുപാട് പേര് ഇപ്പോൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെയുള്ള കാര്യങ്ങൾ വ്യക്തമായിട്ട് നിങ്ങൾക്ക് ഇത് കേട്ടത് എന്തെങ്കിലും ഉപയോഗം വരുന്നു എന്ന് തോന്നുകയാണെങ്കിൽ വീണ്ടും ഞാൻ അഭ്യർത്ഥിക്കുകയാണ്, ദയവായി എൻ്റെ വരിക്കാരാകുക. അപ്പോൾ വീണ്ടും കാണുന്നതുവരെ നന്ദി, നമസ്കാരം.